ഹലോ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഹാൻഡ് മെയ്ഡ് ജേർണൽ സപ്ലൈസസ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാക്കുന്നത് കോട്ട്സ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കോട്ട്സ് ഇതുപോലെ ഒരു പേപ്പറിൽ എഴുതിയെടുത്തിട്ടുണ്ട്. പിന്നെ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൽ കോട്ട്സ് ഒന്ന് ഇതുപോലെ എഴുതിയും കൊടുക്കുക. എന്നിട്ട് ഓരോരോ കോട്ട്സ് ആയിട്ട് ഇതിലേക്ക് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ക്രാഫ്റ്റ്. രണ്ടാമത്തെ ക്രാഫ്റ്റിൻ്റെ പേര് കോയിൻ സ്റ്റിക്കേഴ്സ് തന്നെയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു A4 ഷീറ്റിൻ്റെ അടിയിലായിട്ട് കോയിൻ വെച്ചിട്ട് ക്രയോൺസ് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ കുത്തി വരച്ച് കഴിയുമ്പോൾ ആ കോയിന് കുറച്ചൊരു സ്കെച്ച് കിട്ടും. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് വിൻറ്റേജ് ജേർണൽ സപ്ലൈസസ് ആണെങ്കിലും ഞാൻ ഇതിന് കളർഫുൾ തീമിലാണ് കളറൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മുടെ നെക്സ്റ്റ് സപ്ലൈ പാറ്റേൺ പേപ്പേഴ്സ് ആണ്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു A4 ഷീറ്റ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഞാനിവിടെ ചെറിയ പാറ്റേൺ പേപ്പേഴ്സാണ് ഉണ്ടാക്കുന്നത്. വലുത് ഞാൻ ഉണ്ടാക്കുന്നില്ല, എൻ്റെ ഓൾറെഡി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കാത്തത് കേട്ടോ. നമുക്ക് വലിയ പാറ്റേൺ പേപ്പേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ഒരു A4 ഷീറ്റിൽ ഇതേപോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ആദ്യത്തെ പാറ്റേൺ പേപ്പർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്പോഞ്ചിൽ ബ്രഷ് പെൻ വെച്ചിട്ട് ഒന്ന് വരച്ചിട്ട് അത് നന്നായിട്ട് ഇങ്ങനെ സ്പോഞ്ച് വെച്ചിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഭംഗിക്ക് ഞാൻ ഒരു ബോർഡറും പിന്നെ കുറച്ച് ഡോട്ട്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ അടുത്ത പാറ്റേൺ പേപ്പർ ഇതിനേക്കായി എളുപ്പമാണ്. 4 ഭാഗത്തും ബോർഡർ വരച്ച് കൊടുത്തിട്ട് ഉള്ളിൽ കുറച്ച് ഹേർട്സ് ഇട്ട് കൊടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ 2 ഉണ്ടാക്കിയെടുത്തു. ഫുള്ള് ബ്രൗൺ ആയ ഒരു രസം ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇതേ സെയിം ആയിട്ടുള്ള ഗ്രീൻ ഉണ്ടാക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്പോഞ്ചുമ്പോൾ കുറച്ച് ഗ്രീൻ കളറാക്കുക, നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ബോർഡറും വരയ്ക്കുക, പിന്നെ കുറച്ച് ഡോട്ട്സ് ഇടുക. ഇനി അടുത്ത് ചെയ്യാൻ വേണ്ടി 4 ഭാഗത്തും ബോർഡർ വരയ്ക്കുക, പിന്നെ ഉള്ളിൽ കുറച്ച് ഹേർട്സ് വരച്ച് കൊടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ടോട്ടൽ ഞാൻ 4 ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനിയും ഞാൻ കുറച്ചും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു കോയിൻ എടുത്തിട്ട് ഇതുപോലെ റൗണ്ട് ആക്കിയിട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്. ഒരു പാറ്റേൺ ആയിട്ട് ഞാൻ വരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇതേപോലത്തെ ഞാനൊരു ഗ്രീനും കൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും 2 കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് 4 ടൈപ്പ് ഓഫ് ഗ്രീൻ കളറും 4 ടൈപ്പ് ഓഫ് ബ്രൗൺ കളറും എടുത്തിട്ട് ഇതുപോലെ കുറച്ച് കുത്തിട്ട് ഇട്ട് കൊടുക്കണം. പിന്നെ 4 സൈഡിലും ബോർഡറും കൂടെ വരച്ച് കഴിഞ്ഞാൽ ഈ ഒരു പാറ്റേൺ പേപ്പർ റെഡിയായി. വീണ്ടും ഞാൻ സെയിം രീതിക്ക് തന്നെ ബ്രൗണും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്നത് ജേർണലിംഗ് ബുക്കാണ്. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല കേട്ടോ, സെപ്പറേറ്റ്. എൻ്റെ ഓൾറെഡി ഒരു വിൻറ്റേജ് എന്ന് പറയുന്ന ഒരു ബുക്ക് ഉണ്ടായിരുന്നു, അത് വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ട് പോർഷൻ ഞാൻ ഡിസൈനും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞാൻ നേരത്തെ എൻ്റെ ഉണ്ടെന്ന് പറഞ്ഞ 2 പാറ്റേൺ പേപ്പേഴ്സ്. ഞാൻ ഓൾറെഡി പ്രിൻ്റ് എടുത്ത പേപ്പേഴ്സാണ്. പിന്നെ കൂടെ ഒരു വിൻറ്റേജ് സ്റ്റിക്കേഴ്സിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ഉണ്ടാക്കുന്നത് വാഷി ടൈപ്പാണ്. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു A4 ഷീറ്റ് വേണം. അതിന് ഒരു നല്ല ലെങ്ത്തുള്ള ഒരു പീസ് എടുക്കുക. ബ്രെഡ്ത്ത് അധികം വേണമെന്നില്ല, ലെങ്ത്തുള്ള ഒരു പീസ് എടുക്കുക. എന്നിട്ട് അത് ഇതുപോലെ റോൾ ചെയ്തെടുക്കണം, സർക്കിൾ ഷേപ്പായിട്ട് എടുക്കണം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ നല്ല ലെങ്ത്തിൽ ഇതുപോലെ ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. പിന്നെ ലാസ്റ്റ് ഒന്ന് റെഡി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലെ ഒരു പേപ്പർ എടുക്കുന്നുണ്ട്. എന്നിട്ട് വാഷി ടൈപ്പിൻ്റെ അവിടെ ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ വാഷി ടൈപ്പ് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കില്ല. വാഷി ടൈപ്പ് നമ്മൾ ഉണ്ടാക്കുന്നതുകൊണ്ട് അതിൽ ഗ്ലൂ ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ നിൽക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തപോലെ നിങ്ങൾക്ക് കറക്റ്റ് സൈസ് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചതിന് പ്രിൻ്റ് എടുത്ത സ്റ്റിക്കേഴ്സ് അത് ഇതുപോലെ ഞാൻ ട്രാൻസ്പെറൻറ്റ് കവറിനകത്താക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഒരു സ്റ്റിക്കർ പേപ്പർ ഉണ്ടായിരുന്നു, അത് വെച്ചിട്ട് ഇതുപോലെ കുറച്ച് ഡോട്ടേഴ്സ് ആക്കിയിട്ടുണ്ട്. നമ്മുടെ ഹ്യൂജ് ജേർണൽ സപ്ലൈസസ് മേക്കിംഗ് വീഡിയോ. അപ്പോൾ എൻ്റെ ഇതിൽ നിന്ന് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്ന് ഡിലേറ്റ് ആയി പോയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇതുപോലെ ഒരു വിൻറ്റേജ് ബോക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്താണ് ഇതൊക്കെ ഞാനിങ്ങനെ അറേഞ്ച് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ വാഷി ടൈപ്പും കാര്യങ്ങളൊക്കെ ഒരു ഗോൾഡൻ ബോക്സ് ഉണ്ടായിരുന്നു, അതിനകത്താണ് വെച്ചിട്ടുള്ളത്. ഇതൊക്കെയാണ് ഞാൻ ചെയ്തെടുത്ത വാഷി ടൈപ്പ്. 4 ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഈ വെക്കുന്നതൊക്കെ ഞാൻ ഓൾറെഡി പ്രിൻ്റ് എടുത്തതാണ്. ഇതൊക്കെ നമ്മൾ ചെയ്ത പാറ്റേൺ പേപ്പേഴ്സും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ കുറച്ച് കൂടുതൽ സാധനങ്ങൾ ഞാൻ പ്രിൻ്റ് എടുത്തതും. അപ്പോൾ ഈ കാണുന്ന ബ്രൗൺ സ്റ്റിക്കേഴ്സിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രഷ് പെൻ അല്ലെങ്കിൽ വാട്ടർ കളർ ഒരു റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ വരച്ച് കൊടുക്കുക. പിന്നെ അതിനകത്ത് എന്തെങ്കിലും ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വരച്ച് കൊടുക്കുക. പിന്നെ സ്റ്റാമ്പും കാര്യങ്ങളൊക്കെ പ്രിൻ്റ് ചെയ്തെടുത്തത് തന്നെയാണ്. അത് സ്റ്റാമ്പ്സ് നിങ്ങൾക്ക് ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കുന്നേ ഉള്ളൂ. അപ്പോൾ അത് വേറെ ചാനൽസിലൊക്കെ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ ഉള്ളതുകൊണ്ടാണ് ഇത് ഞാൻ ഉണ്ടാക്കാതിരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫുൾ ഞാനിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാം.
അപ്പോൾ നമ്മൾ ഈ ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കിയെടുത്ത ജേണൽ കിറ്റ് വെച്ചിട്ട് ഒരു ജേണൽ ചെയ്താലോ നമുക്ക്. അപ്പോൾ ആദ്യം തന്നെ നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു പേജ് എടുക്കുക. പിന്നെ ഞാൻ ആദ്യം തന്നെ ഇവിടെ യൂസ് ചെയ്യുന്നത് വാഷി ടേപ്പാണ്. വൈറ്റ് ഗ്രിഡ് ലൈൻസ് ചെയ്തൊരു വാഷി ടേപ്പ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വാഷി ടേപ്പ് ഇതിൻ്റെ അടിയിൽ ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാധനം വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് ഗ്ലൂ തേച്ചിട്ടും പൊന്തി നിൽക്കുന്ന പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഒട്ടും. പിന്നെ അടുത്തതായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് കോട്ട്സ് ആണ്. കോട്ട്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ട്വീസേഴ്സ് യൂസ് ചെയ്തിട്ട് അതുപോലെ എടുത്തിട്ടുണ്ട്. കോട്ട്സിന് ഞാൻ അധികം ഗ്ലൂ തേക്കാത്തതുകൊണ്ട് തോന്നുന്നുണ്ട് അങ്ങനെ അങ്ങോട്ട് ഒട്ടി നിൽക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വീണ്ടും കുറച്ച് ഗ്ലൂ തേച്ചിട്ട് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അടുത്തതായിട്ട് കോയിൻ സ്റ്റിക്കേഴ്സ്. അതിൽ ഞാൻ എല്ലാത്തും വൈറ്റ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു റെഡ് കളറാണ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഞാൻ ഒരു പെൺകുട്ടിയുടെ ഒരു ഫോട്ടോയും കൂടെ ഒട്ടിച്ച് കൊടുത്തിട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഒരു സ്റ്റാമ്പ് കൂടെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ സ്റ്റിക്കർ പേപ്പറിൽ പ്രിൻ്റ് എടുത്തുകൊണ്ട് ഗ്ലൂ തേക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു സംഭവം. പിന്നെ ഈ ഒരു ഡോട്ട്സിൽ ഒരു ബ്രൗൺ കളർ എടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒരു വിൻറ്റേജ് എഫക്റ്റ് ഇട്ടുകൊണ്ട് കൈകൊണ്ട് തന്നെ കീറി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് വെടിയും ഒട്ടിച്ച് കൊടുത്തു. ഇനി നമ്മുടെ പാറ്റേൺ പേപ്പേഴ്സ് വെച്ചിട്ട് അതുപോലെ അങ്ങോട്ട് കീറിയെടുക്കുക. എന്നിട്ട് അതിൽ ഗ്ലൂ തേക്കുക. പിന്നെ എൻ്റെ പേപ്പർ ഒന്ന് കേർഡ് ആയതുകൊണ്ട് ഞാൻ സിസേഴ്സ് വെച്ചിട്ട് ഒരു കേർഡ് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ടായിരുന്നു. അത് നോർമൽ A4 ഷീറ്റ് വെച്ചിട്ട് ജേർണൽ ബുക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ വേണമെന്നില്ല. അപ്പോൾ നമ്മുടെ ഈ ഒരു ജേർണലിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സിലായിട്ടാണ് ഈ പാറ്റേൺ പേപ്പർ ഞാൻ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു സെക്ഷനിൽ നിന്ന് ഞാൻ ഒരു റേഡിയോ പോലത്തെ എന്തോ കൊടുത്തിട്ടുണ്ട്. ആദ്യം ഞാൻ സ്റ്റിക്കർ പേപ്പറാണെന്ന് വിചാരിച്ചു. പിന്നെയാണ് മനസ്സിലായത് A4 ഷീറ്റ് ആണെന്നുള്ളത്. അപ്പോൾ ഞാൻ A4 ഷീറ്റ് വെച്ച് ഗ്ലൂ വെച്ചിട്ട് തന്നെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് ഞാൻ നേരത്തെ പ്രിൻ്റ് എടുത്ത് വെച്ച വലിയ പാറ്റേൺ പേപ്പേഴ്സ് ഇതിന് ഞാൻ ഈ ഒരു ഫ്ലവറാണ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് കട്ട് ചെയ്തപ്പോൾ ഇങ്ങനെ സ്പേസ് ഇല്ലാന്ന് തോന്നി. അപ്പോൾ ഞാൻ ഇത് രണ്ടും എടുത്ത് മാറ്റിയിട്ട് ഇത് ഇവിടെ ഒട്ടിച്ചു കൊടുത്തപ്പോൾ പശ തേച്ചപ്പോഴാണ് പിന്നെ മനസ്സിലായത് അത് സ്റ്റിക്കർ പേപ്പർ ആയിരുന്നു എന്നുള്ളത്. പിന്നെ ഞാനത് അങ്ങോട്ട് ഒട്ടിച്ചു കൊടുത്തു കുഴപ്പമില്ലെന്ന് വിചാരിച്ചിട്ട്. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് മാറ്റിയില്ല 2 സ്റ്റിക്കേഴ്സ്. അപ്പോൾ അത് ഞാൻ കുറച്ചും കൂടി കയറ്റി അങ്ങോട്ട് ഒട്ടിച്ചു കൊടുത്തു. പിന്നെ നമ്മുടെ ജേർണലിൻ്റെ കുറച്ചും കൂടി എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെ എഴുതി കൊടുത്തു ജേർണലിനെ പറ്റിയിട്ടുള്ള. പിന്നെ ഇതാണ് നമ്മുടെ ചാനലിൻ്റെ ഫൈനൽ ലുക്ക്. ഇതാണ് ഞാൻ ചെയ്ത സർപ്രൈസസ്. ഇത്രയൊക്കെ ഉണ്ടാവും ഞാൻ വിചാരിച്ചിട്ടില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഓക്കെ, ബൈ.